ഡൽഹിയിൽ നടക്കുന്ന കോക്രോച്ച് പാർട്ടിയുടെ സമരമാണ് ഇപ്പോൾ ദേശീയ അന്തർദേശീയ മേഖലയിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതുപോലെ 2 വർഷം മുമ്പ് ഒരു സമരത്തിലൂടെയാണ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ ആ സർക്കാർ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കാരായിട്ട് മാറുകയായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ സർക്കാരായിട്ട് മാറുകയായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഫലം ഇതാ പുറത്തു വന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ അയാൾ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ്, ഇതിന് വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി മർദ്ദിച്ച ശേഷം ചെരുപ്പ് കഴുത്തിലിട്ട് അദ്ദേഹത്തെ നടത്തിക്കുന്ന ഒരു ദൃശ്യമാണിപ്പോൾ വീഡിയോ വൈറലായിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ നടക്കുന്ന വ്യാപകമായ തോതിൽ ആക്രമണങ്ങൾ, ഇത് ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ്. പാകിസ്ഥാൻ ഇന്ത്യൻ യുദ്ധകാലത്ത് ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യ പോരാടുന്ന സമയത്ത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടെ നിന്ന, ബംഗ്ലാദേശികൾക്കെതിരായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടെ നിന്ന ജമാഅത്തെ ഇസ്ലാമാണ് ഇപ്പോൾ പൂർണ്ണമായും ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ആ ബംഗ്ലാദേശ് ഭരിക്കാൻ അവർക്ക് വഴിയൊരുക്കിയത് 2 വർഷം മുമ്പ് നടന്ന വിദ്യാർത്ഥി സംഘർഷമായിരുന്നു, കലാപമായിരുന്നു. അതേപോലൊരു കലാപം ഇന്ത്യയിലും നടത്താനാണ് നേരത്തെ കോക്രോച്ച് പാർട്ടി പ്ലാനിട്ടിരുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹിന്ദു യുവാവിനെ മർദ്ദിക്കുന്ന ചിത്രം വൈറലായിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന കോക്രോച്ച് പാർട്ടിയുടെ സമരമാണ് ഇപ്പോൾ ദേശീയ അന്തർദേശീയ മേഖലയിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതുപോലെ 2 വർഷം മുമ്പ് ഒരു സമരത്തിലൂടെയാണ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ ആ